പ്രിയപ്പെട്ട അമൃത ടി വി പ്രേക്ഷകരെ, ന്യായവിധിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് രാജേഷ് വി ആർ, അമൃത ടി വിയുടെ കേരള ഹൈക്കോടതിയിലെ നിയമകാര്യ ലേഖകൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ലിവിങ് ടുഗദർ എന്ന റിലേഷൻ്റെ നിയമപരമായ കുഴപ്പങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ് വിവാഹം കഴിക്കാതെ പരസ്പരം ഒരുമിച്ച് താമസിച്ച് അതിൽ കുട്ടികൾ ജനിച്ചാൽ ആ കുട്ടികളുമായി ജീവിക്കുന്നു. ഈ ഒരു ജീവിതം മടുക്കുമ്പോൾ യാതൊരു നിയമ നടപടികളും ആവശ്യമില്ലാതെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു പോകുന്നു. മറ്റ് ബാധ്യതകളില്ല എന്നാണ് ഇവർ ചിന്തിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു വിവാഹ ബന്ധത്തിലൂടെ എന്തിന് ഞങ്ങൾ ഒന്നിക്കണം എന്ന് ചിന്തിക്കുന്ന ലിബറേഷൻ ചിന്താഗതിക്കാർ എന്ന് പറയാവുന്ന ചില വ്യക്തികൾ. എന്നാൽ എന്താണ് ഈ ലിവിങ് ടുഗദർ റിലേഷൻ കൊണ്ട് നിയമപരമായിട്ട് ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ? ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത്. നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് വ്യവസ്ഥാപിതമായ ഒരു മാർഗത്തിലൂടെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നവർക്കാണ് നിയമത്തിൻ്റെ പൂർണ്ണമായ പരിരക്ഷ ലഭിക്കുന്നത്. നിയമത്തിൻ്റെ പൂർണ്ണമായ പരിരക്ഷ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ബന്ധത്തിനുള്ള പരിരക്ഷ, അല്ലാതെ എല്ലാ വ്യക്തികൾക്കും എല്ലാ സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമ്മുടെ നിയമത്തിൻ്റെ പരിരക്ഷ ലഭ്യമാണ്. എന്നാൽ ഈ ബന്ധത്തിന് ഒരു പരിരക്ഷ ലഭിക്കണമെങ്കിൽ അതിന് വ്യവസ്ഥാപിതമായ ഏതെങ്കിലും മാർഗത്തിലൂടെ ഇവർ വിവാഹം കഴിച്ച് തന്നെ ആവണം. ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇക്കാര്യം നമുക്ക് ബോധ്യമാവും. മതപരമായ ചടങ്ങുകളിലൂടെയോ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമോ രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹിതരായാൽ അവർക്ക് നിയമത്തിൻ്റെ അല്ലെങ്കിൽ ആ വിവാഹത്തിന് നിയമത്തിൻ്റെ പൂർണ്ണ പരിരക്ഷ ലഭിക്കുന്നതാണ്. എന്നാൽ അവർക്ക് പിരിയണമെങ്കിൽ തന്നെ അതിന് ഇതേ മാർഗത്തിൽ കോടതിയെ സമീപിച്ച് അവർക്ക് അവരുടെ മാർഗം തേടാവുന്നതുമാണ്. പക്ഷേ ഈ ലിവിങ് ടുഗദർ റിലേഷനിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ അവരിൽ ഒരാൾ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു വന്നിരിക്കട്ടെ, ഇവർക്ക് ഈ പാർട്ട്ണറുടെ നിയമപരമായ അവകാശിയാവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കാരണം ഒരു വിവാഹത്തിലൂടെ ആ ബന്ധമുണ്ടായിട്ടില്ല, എന്നാൽ പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ച് ജീവിച്ചു. ചിലപ്പോൾ അതിൽ കുട്ടികളുണ്ടായിട്ടുണ്ടാവാം. ആ കുട്ടികൾക്ക് ഏതായാലും നിയമപരിരക്ഷയുണ്ട്. ഈ മരിച്ച ആളുടെ നിയമപരമായ അവകാശിയായി കുട്ടികൾക്ക് അവകാശപ്പെടാം. പക്ഷേ ഈ ഭാര്യ എന്ന രീതിയിൽ താമസിച്ചവർക്ക് നേരെയുള്ള ഒരു മാർഗത്തിലൂടെ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അവകാശം ഉന്നയിക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഇവർ ഭാര്യയെപ്പോലെ ജീവിച്ചെങ്കിലും ഭാര്യയാണ് എന്ന് ഒരു കോടതിയിൽ നിന്നൊരു പ്രഖ്യാപനമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവാം. ഒരു ലീഗൽ ഹയർ എന്ന ഒരു സ്റ്റാറ്റസിലേക്ക്, ഒരു പദവിയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. പക്ഷേ ഇതൊന്നുമില്ലാതെ, ഒരു വിവാഹമില്ലാതെ പരസ്പരം കണ്ടു, ഇഷ്ടപ്പെട്ടു, ജീവിച്ചു എന്നുള്ള പരസ്പരമായ മാനസിക കരാറിലൂടെയുള്ള ബന്ധങ്ങൾക്ക് ഇപ്പോഴും നിയമത്തിൻ്റെ ഒരു പൂർണ്ണമായ പരിരക്ഷ ലഭ്യമാണെന്ന് പറയാനാവില്ല. ഇതുകൊണ്ട് പലപ്പോഴും അപകടത്തിലാവുന്നത് സ്ത്രീകൾ തന്നെയാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല കാലം പിന്നിട്ട് കഴിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചില കുഴപ്പങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ആ സമയത്ത് നേരത്തെ വിവാഹം കഴിക്കാമായിരുന്നു എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. വിവാഹ സമയത്ത് തന്നെ അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ തന്നെ തങ്ങളുടെ നിയമപരമായ പരിരക്ഷ എന്തെന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തിയിട്ട് വേണം ഇത്തരത്തിൽ ജീവിക്കാൻ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് മറുപടിയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.